എന്ന് പറയാം. അപ്പം ഇപ്പം ഈ കൂടെ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആ കക്ഷിയുടെ മരുമോളുമായിട്ട് ഈ 6 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ താമസിച്ചപ്പോൾ അവരുടെ മരുമോളുമായിട്ട് ഭയങ്കര ഫോൺ വിളിയായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതേ സിനി ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ബോധ്യമായി, കറക്റ്റ് കാര്യങ്ങൾ അവരിവിടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പല സ്ത്രീകളുമായിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ബന്ധം. ആദ്യത്തെ ഭാര്യ കല്യാണരാമൻ എന്ന് പറഞ്ഞാലേ പുള്ളി അറിയത്തുള്ളെന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചവിടെ താമസിക്കുക, കുറച്ച് ദിവസം താമസിക്കും, പിന്നെ ഇനി വിട്ടുപോരും. പിന്നെ മാവേലിക്കാർ ഒരു സ്ത്രീയായിട്ട് കുറേ നാൾ താമസിച്ചെന്ന് പറയുന്നുണ്ട്. നമ്മളിതൊന്നും അറിയാതെ ബന്ധത്തിൽ ചാടിപ്പോയത്. സാറേ, എന്നെ കൊണ്ടുവരുന്ന നിവൃത്തി, എനിക്ക് വേറൊരു തൊഴിൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസമില്ല. 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് വേണം പറയുന്നു പറയും. ഞാൻ 300 രൂപ 2 കുട്ടികൾക്കും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സാറ് നോക്കിയിട്ടും പറഞ്ഞ് വേണം ഞാൻ 400 രൂപ എഴുതിയിട്ടുണ്ട്, അവർക്ക് 2 കുട്ടികളും കൂടെ ഭാര്യയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആലപ്പുഴ ഫാമിലി കോടതി കേസ് കൊടുത്തു. എൻ്റെ ഭാര്യയും മക്കളും എന്നോടൊപ്പം വന്ന് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കേസ് വിളിച്ച് അപ്പം അവിടെ ഇതേപോലെ കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് അപ്പോൾ സുനാമി കയറിയായിരുന്നു ഇവർക്ക്. സുനാമി കയറി ഞാൻ വെച്ച് കൊടുത്ത വീടിൻ്റെ ഒരു മുറി പോയിട്ടുണ്ട്. സുനാമി കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ റേഷൻ കാർഡിലെ പേരൊക്കെ എൻ്റെ റേഷൻ കാർഡിലായിരുന്നു. ഇവർക്ക് ഒഴിവാക്കി കൊടുക്കണമെന്നും പറയും. അതെല്ലാം ഞാൻ ഒഴിവാക്കി കൊടുത്തു. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതേ കിട്ടട്ടെ. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അപ്പം ഈ അവിടെ കേസ് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ 2 കൗൺസിലിങ്ങിന് വിളിച്ചപ്പം അവിടുന്ന് പറഞ്ഞ് ഞാൻ ഇതേ ആവശ്യപ്പെട്ടുള്ളൂ, എൻ്റെ നാട്ടിലേക്ക് വരുന്നത് താമസിക്കുക. അന്നേരം പറഞ്ഞ് എൻ്റെ നാട്ടിലോട്ട് ഒരു കാരണവശാലും അവർ വരത്തില്ല. പിന്നെന്താണെന്ന് തീരുമാനം, അത് സുനാമിയുടെ വീട് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് വരാനൊക്കത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു 1 വർഷത്തേക്ക് ഞാൻ, അപ്പം മാഡത്തിൻ്റെ ഇഷ്ടപ്രകാരം 1 വർഷത്തേക്ക് വേണമെന്ന് ഞാൻ അങ്ങോട്ട് വിടുക താമസിക്കാനായിട്ട്. ആ 1 വർഷം കഴിഞ്ഞ് നിങ്ങളവിടെ താമസിച്ച് കഴിഞ്ഞ് വന്ന് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ താമസിക്കുക. എന്നോട് ചോദിച്ചു സമ്മതം. ഞാൻ സമ്മതിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ താമസിക്കാനായിട്ട് അങ്ങോട്ട് വിട്ട് ഒരു 2 പ്രാവശ്യം ഞാനവിടെ ചെന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അവിടെ കയറ്റത്തില്ല, കുട്ടികളെ കാണിക്കത്തില്ല. കുട്ടികളെ അകത്ത് കയറ്റി കഥമടച്ച് കൂട്ടിക്കളയുക. അങ്ങനെ കുട്ടികൾക്ക് മേടിച്ചുകൊണ്ട് ചെന്ന സാധനവും എല്ലാമായിട്ട് ഞാൻ വീണ്ടും അടുത്ത കേസിന് ആ സാധനം കൊണ്ടാണ് കോടതി പോയി ആ മേശപ്പുറത്ത് തട്ടിയിട്ടു. ഞാൻ വാവിട്ട് കരഞ്ഞവിടെ വന്നു പറഞ്ഞ് ബന്ധം ഒഴിച്ച് വേണമെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. മാഡം പറയും. പിന്നെ കേസിന് വന്നിട്ടില്ല അവർ. അത് എസ്പാർട്ടി വിധിയായി. എന്നോടൊപ്പം വന്ന് താമസിക്കുക. അതിൻ്റെ പകർപ്പ് മേടിച്ചു, അപേക്ഷ വെച്ചു, ഡൈവേഴ്സ് കോടതിയായിട്ട് തന്നു. അവർ വന്നില്ല കോടതി. അതിനുശേഷമാണ് ഞാൻ ഈ വിവാഹം ചെയ്തത്. സംശയമല്ലാതെ ഒരു രൂപ പോലും സ്ത്രീധനം ഞാൻ വാങ്ങിയിട്ടില്ല. ഈ സ്ത്രീയുടെ ഞാൻ അവർ കമ്പനി പോയിട്ട് 55,000 രൂപ കടവാ സാറ്. ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അറിയുന്നു. ഇവർ 20,000 എന്ന് പറഞ്ഞു. ഞാൻ ഇവരെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ 55,000 രൂപ കടവാ ഇവർക്ക്. ഇവർ കമ്പനി പോയതാ. ആ കട ഞാൻ നേരിട്ട് തീർത്തു. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവർക്ക് സംശയം മൊത്തം. ഒരു പെണ്ണിനോട് മിണ്ടാനൊക്കത്തില്ല, എൻ്റെ അനിയത്തിയോട് പോലും മിണ്ടാനൊക്കത്തില്ല. എൻ്റെ പുറകൂടെ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പറയും, ഇത് നിങ്ങളുടെ കാമുക എന്ന് പറയുന്ന ഒരവസ്ഥയില്ല ഞാൻ. ഇവരെ കല്യാണം കഴിക്കുമ്പോൾ ഒന്നുമില്ല അവരുടെ വീട്ടിൽ. 6 സെന്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ അച്ഛൻ പറഞ്ഞു നിനക്ക് തന്നെ കെട്ടിച്ചു തരാം. ഞാൻ അപ്രകാരം സമ്മതിച്ചു. ഇവരെ കല്യാണം കഴിച്ചു. ഈ കടക്കാരി വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് 55,000 രൂപ കടമുള്ള കാര്യം. 20,000 രൂപ കൊല്ലത്തുനിന്ന് മേടിച്ചു ഇവരും. 20,000 രൂപ കൽക്കട്ട കമ്പനിയിൽ നിന്ന് മേടിച്ചു. പിന്നെ ഇവരുടെ വസ്തുവിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു ഇവരും. ഇതെല്ലാം ഞാൻ തീർത്തു. നമ്മുടെ ആ വീട്ടിൽപ്പെട്ട സാധനങ്ങൾക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കി അവരോടൊപ്പം തന്നെ താമസിച്ചു. ഇവര് ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു മുടി ഇരുന്നാൽ അത് സംശയം. നമ്മൾ വെള്ളത്തിലെ പണിയാണ്, അഴുക്കുകൾ കാണും, വെള്ളത്തിലായി അഴുക്കെല്ലാം ചെന്ന് വീഴുന്നത്. ചിലപ്പം ഒരു മുടി ഇരുന്ന് കഴിഞ്ഞാൽ അത് പെണ്ണുങ്ങളുടെ കൂടെ കിടന്നെന്ന് പറയും. ഞാൻ വെളുപ്പിനും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പണിക്ക് പോകുന്ന ആളാണ്. ആ പണിയും കഴിഞ്ഞ് വരുന്ന കടലിലെ പണിയായി എത്ര മണിക്ക് വരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇച്ചിരി താമസിച്ചു പോയാൽ പറയും നിങ്ങൾ കാമുകിയുടെ വീട്ടിൽ കയറിയതാണ്. ഞാനിവരെ വിവാഹം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഞാൻ പണിക്ക് പോയിട്ട് വന്നപ്പോൾ എൻ്റെ
ആദ്യം എൻ്റെ കൂടെ വള്ളത്തിൽ കയറാൻ വന്ന് ഇരുന്ന ഒരാൾ മധു എന്ന് പറയുന്ന ആളാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനായിട്ട് മിണ്ടുകയും ചെയ്യും. പുള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, പുള്ളിയുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിന് പുള്ളിക്കാരൻ്റെ ഇതുപോലെ പറഞ്ഞു ഞാൻ അവിടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞാൻ റോഡിൽ സൈക്കിളായി വരുന്ന കൂട്ടത്തിൽ ഇവർ ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഒരു വളവിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് കണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് മിണ്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായി ഒന്നും തള്ളായി. ഞാനൊരു അടിയും കൊടുത്തു, സത്യമാണ്, ഞാനൊരു അടി കൊടുത്തു. ഒരു ചിലവെടുത്തിച്ചും എൻ്റെ തലക്കടിക്കാനായിട്ട് വന്നു. അടിച്ചടിക്കാൻ എൻ്റെ കൈ കുളന്നു പോയി. 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ കൈ. ഞാനത് അവിടെ അടുത്തുള്ളവർ, ഇവരുടെ വീടിനടുത്തുള്ള ആളാണ് എന്നെ അന്ന് ആശുപത്രി കൊണ്ടുപോയത്. ആ സ്റ്റിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൈയും വെച്ച് പിറ്റേ ദിവസം പണിക്ക് പോയത്. ഈ കൈ ഞാൻ അന്നേരം കവർ ഇട്ട് കെട്ടി, വെള്ളത്തിലെ പണിയല്ലേ, ആയിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ ജോലി ചെയ്തു. കാര്യം നമുക്ക് പോയി ഇവര് പറഞ്ഞ അവര് വയറ്റില് സ്വന്തമായിട്ട് കുത്തി മരിക്കാൻ പോയ സമയത്ത് നിങ്ങൾ അത് പിടിച്ചു വലിച്ചത്. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. വെറുതെ ഇവര് വയറ്റിൽ കുത്തി മരിക്കത്തൊക്കെ സംഭവം ഉണ്ടാകാൻ ഞാൻ അവരെ സംശയിക്കണം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഞാൻ നഷ്ടപ്പെടുത്തണം. എന്നാലല്ലേ ഞാനൊരു സംശയരോഗിയാണെങ്കിലാണ് അവർക്ക് താങ്ങാൻ വയ്യാതെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറയാനോ കുഞ്ഞിന് വേണ്ടി കൊടുക്കൂല. മൂത്ത കുഞ്ഞിനെ അത് ഞാൻ പറഞ്ഞു തരാം, അത് ഞാൻ പറഞ്ഞോണ്ട്. അങ്ങനെ അതിന് ശേഷം ഇങ്ങനെ ഒരേ പെണ്ണുങ്ങളെയും കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ഓരോരുത്തരെയും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സഹിയിട്ട് ലാസ്റ്റ് വഴക്കുണ്ടായി. മിക്കപ്പോഴും വഴക്കാം. നമ്മളൊരു രാത്രി 12 മണി വരെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിനുശേഷം ഇവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിക്കണമെങ്കിൽ ഡോക്ടറെ നീ കാണണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇവർ പറഞ്ഞത് എനിക്ക് അസുഖമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ചേട്ടത്തേക്ക് ഇതുപോലെ അസുഖമുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ദിവസം ആശുപത്രി കിടന്നിട്ടുണ്ട്, അതുണ്ട്, ഇപ്പോഴും ഉണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. മേഡം അതൊരു പേടിയിൽ നിന്നുണ്ടായതാ. പേടിയിൽ നിന്ന് മാനസിക രോഗം ഉണ്ടാകും. പിന്നെ ആ മോളിവിടെ വന്നിട്ടുണ്ട്. മൂത്ത മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഒരു വള്ളി ദേഹത്ത് തട്ടിയെന്ന് പറഞ്ഞ അന്നൊരു ഭയപ്പാടുണ്ടായി, അതിൽ നിന്നുണ്ടായതാ. ചേച്ചിക്ക് ഇപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും അല്ലാതെ യാതൊരുവിധ കുഴപ്പങ്ങളും ഈ നിമിഷം വരെ ഭഗവാൻ തന്നിട്ടില്ല. നാളെ തരുവാണ് അത് ദൈവവിധിയാന്ന് കരുതും. ഒരു ഡോക്ടറും അസുഖമില്ലാതെ ചികിത്സിക്കുമെന്ന് എനിക്ക് ഇതാ ഈ സീറ്റ് സൂക്ഷിച്ചു വെച്ചിരുന്നതിനാന്നറിയാം. നിനക്ക് മാനസിക രോഗമാണെന്ന് പറയുമ്പോ ഒരു കോടതിയും പറയത്തില്ല എന്റെ കൂടെ ജീവിക്കാൻ. ഈയുടെ കൂടെ എത്ര സ്ത്രീകളെ ജീവിച്ചെന്ന് ആദ്യം അന്വേഷിക്കണം മേഡം. ഒരു ഡോക്ടർമാരും എത്ര സ്ത്രീകളെ താലി കെട്ടിയെന്നുള്ളത് തിരക്കണം. ഡോക്ടറെ കൊണ്ട് ബലാത്കാര്യമായിട്ട് എഴുതിപ്പിച്ച മരുന്നുകളാ ഇതൊക്കെ. ഞാൻ കൊണ്ടുപോയി ചികിത്സിക്കാൻ കൊണ്ടുപോയി പാസ് ഡോക്ടർ മാവേലിക്കരയായിരുന്നു. കാണിച്ചു കഴിഞ്ഞപ്പം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ വളരെ സൈലന്റ്, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എനിക്കൊരു ബസ് യാത്ര ചെയ്യാനൊക്കത്തില്ല. ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മുട്ടി നിൽക്കുകയാണെന്ന് പറയും പെണ്ണുങ്ങളെ. ബസ്സിൽ യാത്രക്കാർ കൂടുതൽ കാണത്തില്ലേ, നമ്മൾ അടുത്ത് നിൽക്കത്തില്ലേ. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മളോട് ഉടനെ പറയും നിങ്ങൾ കണ്ണുകൊണ്ട് കാണിച്ചു അവളെ എന്നും പറഞ്ഞ പ്രശ്നം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണല്ലേ നമ്മൾ ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരോട് മിണ്ടുകയാണെങ്കിൽ പറയും ഇത് കാമുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലാണ് ഇവരുമായിട്ടുള്ള വഴക്കുള്ളത്. അല്ലാതെ നമുക്ക് വേറെ, ഞാൻ ഒരു മദ്യപാനിയല്ല, ഞാൻ ചൂത് കളിക്കത്തില്ല, അമിതമായ കൂട്ടുകെട്ടില്ല, എനിക്ക് മറ്റ് ശീലങ്ങളൊന്നുമില്ല. എൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് കുറേ നാൾ കഴിച്ച് 6 മാസത്തോളം കഴിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഛർദിലുണ്ടായി. അപ്പോൾ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഗുളിക കഴിച്ചിട്ട് ഛർദിലുണ്ട്. ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അപ്പം ഗർഭിണിയാണ്, അപ്പോൾ ഈ ഗുളിക കഴിക്കരുതെന്ന് പറഞ്ഞു. കുട്ടിയുടെ പാലുകൂടി വരെ നിർത്തിയതിന് ശേഷമേ നിങ്ങൾ വരാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അറ്റാക്ക് വന്ന് മരിച്ചു. മാവേലിക്കര പാസ് ഡോക്ടറായിരുന്നു പുള്ളിയാ. പിന്നെ ഇവരെ ഞാൻ അപ്പം വേറെ പകരം ഡോക്ടർ അവിടെ വന്നു. ഞാൻ അതും ഇവരോട് പറഞ്ഞു നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു എനിക്ക് ഒരു അസുഖമില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിനെ വേണ്ട എന്ന് പറയാനുള്ള കാരണം മേഡം, ഞാൻ ആദ്യം വിവാഹം ചെയ്ത 2 കുട്ടികളുണ്ട്. അവർക്ക് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കല്യാണം ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ്. മൂത്തമുള്ള അതിൽ ഒരാളുടെ ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഞാൻ പറയും നമുക്കൊരു കുഞ്ഞ് മതി. കാര്യം നമുക്ക് സാമ്പത്തികമില്ല. എനിക്ക് വേറെ വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും തൊഴിൽ തേടിപ്പോയി അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതില്ല, ഈ കടലിൽ നിന്ന് കിട്ടുന്ന വരവേ ഉള്ളൂ. ഞാൻ അവർക്ക് കുട്ടികൾക്ക് 1200 രൂപ ഞാൻ മാസം ചെലവിന് കൊടുത്തോണ്ടിരിക്കുക. ഇന്നും ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലല്ലോ. ഇവർ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കമ്പനി പോകുന്നുണ്ട്. ഞാൻ ഇതൊന്നും ഇവരോട് മേടിച്ചിട്ടില്ല. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞ് മതി. പറഞ്ഞില്ല ഈ കുട്ടിയെ നമുക്ക് വേണ്ട. ഞാൻ പറയും ഒരെണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം.
അത് മതി. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഒന്നിനോടൊന്ന് കൂട്ട് വേണം. ഞാൻ പറഞ്ഞു എനിക്കുള്ളതാണ് അതും രണ്ടും. അവർ എത്രയൊക്കെയാണെന്ന് പറഞ്ഞല്ല എൻ്റെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ ആ മക്കൾ തമ്മിലൊരു ബന്ധം എന്തായാലും ഉണ്ട്. ഭാര്യമാർ തമ്മിൽ ബന്ധം കാണത്തില്ല, മക്കൾ തമ്മിൽ ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിത് മതി, നമ്മുടേതായ ഒരു ജീവിത രീതി. കാര്യം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൾ തന്നെ ഈ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സാധനം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് എന്നോട് പറഞ്ഞ് ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായിരുന്നാലും സംഭവിച്ചെങ്കിൽ പോട്ടെ, നമുക്കിത് ഉപേക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ് പറ്റത്തില്ല, എനിക്കറിയാം ഇതിനെ വളർത്താനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കറിയാം വളർത്താൻ, അതൊക്കെ ശരിയാണ്, പക്ഷേ ബാക്കിയുള്ള പിന്നിലുള്ള ചിലവുകളും കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. നമുക്ക് വരവില്ല, നമ്മൾ മക്കളെ മാത്രം ജന്മം കൊടുത്തിട്ട് കാര്യമില്ല, അതിനെ വളർത്തി വലുതാക്കി പിന്നെ എൻ്റെ പ്രായം കൂടെ നോക്കണം. എനിക്ക് 44 വയസ്സ് കഴിയുക. അപ്പോൾ ആ കുഞ്ഞ് വലുതായി വരുമ്പോൾ അവർക്ക് എത്ര വയസ്സായിരിക്കും? അന്ന് ഞാൻ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കത്തില്ല. ഇതിന് പാടുപെടേണ്ടി വരുന്നത് നീ തന്നെ ആയിരിക്കും. അതൊക്കെ ഓർത്താണ് നമ്മൾ അത് പറഞ്ഞു. ഈ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു വീട് കൂടെ വെച്ച് നമുക്ക് സുഖമായിട്ട് അതിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. പറ്റത്തില്ല, എനിക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. ഞാൻ ശരി, ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഇനി വില എടുത്ത് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ വില എടുത്ത് തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് പറയുക, എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല. അവളുടെ ഒരു മൈൻഡ് അത് മാത്രമേ ഉള്ളൂ. നമ്മളല്ല എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെ പുള്ളിയുടെ ആ ഒരു രീതി എന്താണ് അത് മനസ്സിലാക്കുന്നത്. ഭർത്താവിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയോ ഒരു ജീവിത രീതി അല്ല, നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സ്വന്തം കാര്യത്തിന്റെ ഒരു ലക്ഷ്യം മാത്രമേ പുള്ളിക്കാരിക്കുള്ളൂ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പറയുന്നു എനിക്ക് ജനിക്കുന്ന എല്ലാം പെണ്ണേ ജനിക്കത്തുള്ളൂ, അതുകൊണ്ട് ഇത് അബോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് ചെയ്തില്ലെങ്കിൽ നീ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഏട്ടൻ കള്ളം പറയരുത്. ഈ വേദി വന്നിരുന്ന് അന്നത്തെ രാത്രി മൊത്തം എന്നെ ഉറക്കിയില്ലേ മനുഷ്യൻ. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ കുഞ്ഞ് എന്ന് വയറ്റിലായി, ഇപ്പം ഈ 6 മാസമായി ഇതുവരെ എൻ്റെ കണ്ണ് തുറന്നിട്ടില്ല ആ ഒരു കുഞ്ഞ് കാരണം. ഇപ്പം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ആരും അറിയണ്ട എന്നെ കൊണ്ട് ഈ ചികിത്സിച്ച് ചീട്ട് ഇവിടെ നിങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചത്. ഞങ്ങളുടെ മെമ്പറിനെ ഒന്ന് വിളിക്കണം മേഡം, എന്തായാലും അവരൊരു അന്യ സ്ത്രീയാണല്ലോ. എനിക്കിങ്ങനെ അസുഖം വന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ഒരു അറിവുണ്ടോ എന്ന് എനിക്കറിയണം. ഈ വേദി വെച്ച് തന്നെ അറിഞ്ഞിട്ട് പോകണമെന്ന് വലിയ താല്പര്യമാണ്. ഈ പല സ്ത്രീകളുടെയും പേരിലാണ് ആദ്യത്തെ സ്ത്രീ പോയത്. അവരുടെ നമ്പർ അറിയാൻ നമുക്കിപ്പോൾ വിളിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവരിട്ടിട്ട് പോയത്. അവരൊരു നല്ല സ്ത്രീയായി. ഇന്ന് ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ച് അയപ്പിച്ച് ഇദ്ദേഹം കൊടുത്തിരുന്ന 700 രൂപ രണ്ടുപേർക്കും കൂടെ, ഭാര്യയ്ക്ക് 500, അങ്ങനെ 1200 രൂപ വീതം ചെലവിന് കൊടുത്ത 2 പെൺകുഞ്ഞുങ്ങളെ 700 രൂപ വെച്ച് ഒരു മാസം വളർത്താൻ പറ്റുമോ? അവരുടെ വിദ്യാഭ്യാസം നടക്കുമോ? അതിന് വരെ ഞാൻ ഇവരുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട്. അവർ നല്ല സ്ത്രീയായിരുന്നു, പക്ഷെ ഇങ്ങേറെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ് അവരിട്ടിട്ട് പോയത്. അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ഉടനെ എന്നെ ബലവാട്ട് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത്, ഞാൻ മേഡത്തിനോട് ആദ്യമേ തന്നെ പറഞ്ഞില്ല, എന്നെ ബലവാട്ട് കൊണ്ടുപോയി ഫസ്റ്റ് ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച ചീട്ടായത്. എൻ്റെ നാട്ടുകാരെങ്കിലും ഒരു വ്യക്തി പറയട്ടെ എനിക്ക് മാനസികരം ഉണ്ടായിരുന്നു, ഞാൻ സമ്മതിച്ചു തരാം. അയാളുടെ പാദത്തെ ഞാൻ തൊട്ട് വന്നിക്കാം. ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബീന, ഒരു അമ്പിളി, സിനി ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ പേരുകൾ ഇതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു അതെല്ലാം ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കാൻ വന്നതിന് ശേഷമാണ് ലതയെന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പുലർത്താൻ തുടങ്ങിയത്. ഒരു പെണ്ണ് സഹിക്കത്തില്ല ഇങ്ങനെ സ്വഭാവം. സാറേ, ഇവരെ പ്രസവത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ട് ഞാൻ പറയാം. പ്രസവത്തിന്റെ ചെലവ് ചെയ്യാൻ വേണ്ടി 3000 രൂപ, അതുവരെ ഞാൻ കുട്ടിക്ക് ചെലവിന് കൊടുത്തു. എന്റെ ഈ 3000 അല്ല ഏട്ടാ, 2000 കൊടുത്തത്. 3000 രൂപ ഇവരുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് അപ്പൊ ഇവര് പറഞ്ഞ് 16-ാം തീയതി ദിവസമാണ് ഇവര്, ജനുവരി 16-നാണ് പ്രസവ ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഒരു 5-10 ദിവസത്തേക്ക് മുമ്പായിട്ടും 3000 രൂപ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. മോക്ക് 3000 തന്നില്ല, 2000 രൂപ എന്റെ കൈ കൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇവര് വാങ്ങിക്കഴിഞ്ഞ് ഇവര് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവത്തിന് പോയി. നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല. എങ്കിൽ നമ്മൾ 16-ാം തീയതിയാണല്ലോ നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇല്ല, പോകാൻ നേരത്ത് നമ്മളോട് പറഞ്ഞില്ല. 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ ഡേറ്റ് 16 എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഉണ്ടല്ലോ എന്ന് നമ്മൾ കരുതി. ഇവര് പോയി പ്രസവിച്ച് 4-ാം ദിവസമാണ് ഞാൻ അറിയുന്നത്. ഇവരുടെ വീടിനടുത്തുള്ള ഒരാളാണ് നമ്മളോട് വന്ന് പറയുന്നത്. പിന്നെ പോലെ കുഞ്ഞോട് പ്രസവിച്ചു. അവിടെ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയും അവിടെ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ട് കുഞ്ഞോട് പ്രസവിച്ച് അവിടെ ചെന്ന് വാർഡിൽ ചെന്നപ്പോൾ ഇവരവിടെ ഇല്ല. അപ്പോൾ അടുത്ത് കിടന്ന ബെഡുകാർ പറഞ്ഞു കുഞ്ഞോട് പ്രസവം നിർത്തുന്ന വാർഡിലാണ് പോയിരിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇവർ പ്രസവം നിർത്തുന്ന വാർഡിലുണ്ട്. ചെന്ന് കണ്ട് നമ്മൾ നോക്കി കുട്ടിയും കണ്ട്
നമ്മളിങ്ങനെ അറിയും. അപ്പോൾ നമ്മുടെ അനിയത്തി കൊണ്ടുവന്ന് കൊടുത്ത സാധനങ്ങൾ ഇവർ മേടിച്ച് വേണ്ടെന്ന് പറഞ്ഞു. അവരവിടെ വെച്ചിട്ട് അവരിങ്ങ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പ്രസവം നിർത്താൻ നേരത്ത് എന്നോടൊരു അനുവാദം ചോദിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. ഒരു ഭർത്താവല്ലേ ഞാൻ. ഉണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ ആ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്തൊരു പ്രസവത്തിന് അല്ല, എന്നാലും ഞാനൊരു ഒപ്പിട്ട് കൊടുക്കണ്ടേ സാറേ? അത് വേണം മേഡം. അതല്ല, ഞാൻ 8-ാം മാസത്തിൽ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം 2-3 ദിവസം മുമ്പ് ഏട്ടൻ പറയുന്നുണ്ട്, എടി നീ വീട്ടിൽ പോയി നിൽക്കി, നിനക്ക് ഛർദിൽ കൂടുതലല്ലേ, അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ നോക്കാനായിട്ട്. അപ്പോൾ തെക്കേൽ അമ്മയുള്ളപ്പോൾ അമ്മ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നീ വീട്ടിൽ പോയി നിന്ന് പ്രസവിച്ച് പ്രസവവും നിർത്തി 56 ആകുമ്പോൾ നീ കുഞ്ഞുങ്ങൾ പട്ടിഞ്ഞ് പോരണം, ഞാൻ അതിലേക്കൊന്ന് കറങ്ങി വരാം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു ഭർത്താവായി നിങ്ങൾ ഈ കറങ്ങി വരുന്നത് എന്തിനാ, നേരെ വരത്തില്ലേ ഹോസ്പിറ്റലിലോട്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പം നിന്നങ്ങ് ചിരിച്ച്. എന്നിട്ട് 56 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മക്കളുമായിട്ട് വരും, എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം, എൻ്റെ മക്കളെ പറ്റി ഞാൻ കള്ളയാണ് ഇടത്തില്ല. 56 കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളുമായിട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിന്റെ തന്ത ഇവിടെ വീട് പണിത് വെച്ചിട്ടുണ്ടോ, നീ വന്ന് ഇവിടെ കയറാനെന്ന് ചോദിച്ചു. പട്ടിയെ പോലെ ആട്ടോ. ആ നാട്ടുകാരോട് അന്വേഷിച്ചല്ല അറിയും. ഒരു ദിവസം എന്നെ ആ വീട്ടിൽ സമാധാനമായിട്ട് കടത്തിയിട്ടില്ല. ഇറങ്ങിപ്പോയി ഇത് 6 വീടാന്നും പറഞ്ഞ് നീ ഇവിടെ ഒന്ന് കയറി കിടക്കുന്നു, ഇറങ്ങിപ്പോന്നും പറഞ്ഞ് ഡെയിലി എന്നെ ആട്ടി ഇറക്കും. എന്നിട്ട് നാണമില്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം കൊണ്ട് ഞാൻ പിന്നെയും പിടിച്ചു നിന്നേ. രണ്ടാമതൊരു കുഞ്ഞായപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പുള്ളിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളത്. ഞാൻ മാനസിക രോഗിയാണ്, ഞാൻ സംശയരോഗം, അയാളെ കിണ്ടിക്കടിച്ച് 6 മാസം പിണങ്ങി നിന്ന സമയത്ത് മേഡം 6 മാസം പിണങ്ങി നിന്ന സമയത്ത് പുള്ളി ഇങ്ങനെ സൈക്കിളെ ചവിട്ടി വരും. അപ്പൊ എൻ്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിലവിളക്ക് കത്തിക്കാനായിട്ട് പൈപ്പിലോട്ട് വെള്ളം എടുക്കാൻ പോയപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ കർണത്തിട്ടൊരു അടി തന്നു. അടുത്തടി തടയാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ കിണ്ടിയുടെ എന്തോന്ന് ഇങ്ങനെ നീണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കണ്ടോണ്ട് നിൽക്കുന്നു. അവരിന്ന് ജീവനോടെ ഇല്ലല്ലോ, അവരിന്ന് ഞാൻ വേദി കൊണ്ടുവന്നേനെ. പുള്ളി സ്വയം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കൂടെ ഒരു പെണ്ണില്ല. ഇവർ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 6 മാസം പോലും ഒരു സ്ത്രീയുടെ കൂടെ തികച്ചളി ജീവിച്ചിട്ടില്ല. കുഞ്ഞുമോളി ചേച്ചി മാത്രമേ ഉള്ളൂ ഇത്രയും നാളൊന്നിച്ച് നിന്നെന്ന്. എന്നെ പറ്റിയുള്ള അപവാദങ്ങൾ ഇതാ. 28 വെള്ളി അരിഞ്ഞാണും കറുപ്പ് നൂലും സ്വർണ്ണ അവസരം ഉണ്ടായിരുന്നു. അത് ഇവരെടുത്തിട്ട് ഇവർക്ക് കൊടുത്ത 28 കെട്ടാൻ വേണ്ടി ഞാൻ മേടിച്ചോണ്ടിന്ന് കൊടുത്തതായത്. ഇവർ കെട്ടിയില്ല ഇതുകൊണ്ട്. എന്നിട്ട് കെട്ടിയില്ല. ഫെബ്രുവരി 7-ാം തീയതി കുഞ്ഞിന്റെ 28. ഞാൻ പറഞ്ഞില്ല അമ്മയുടെ വിവരം പറഞ്ഞായിരുന്നു എന്ന്. അമ്മ അന്നേരം പറഞ്ഞു വരത്തില്ല, അച്ഛന് സുഖമില്ലാണ്ട് കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രസവിച്ച് വീട്ടിൽ നിന്ന് 2-ാമത്തെ ആഴ്ച ഏട്ടൻ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണപ്പാവസരവും വെള്ളി അരിഞ്ഞാണോ ഒരു കറുപ്പ് നൂലും കൂടെ കൊണ്ട് തിണ്ണയിലിങ്ങനെ ഇട്ടിട്ട് പറഞ്ഞ്, വേണമെങ്കിൽ തത്തമ്മയെ കൊണ്ട് കെട്ടിച്ചോണം, മൂത്തേന് തക്കുടൂന്നാണ് വിളിക്കുന്നത്, തക്കുടൂനെ കൊണ്ട് കെട്ടിച്ചോണം, ഞാൻ 28 കെട്ടാനൊന്നും വരത്തില്ല. അപ്പം ഞാൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ പിന്നെ നിങ്ങളൊരു തന്തയല്ലേ, ഒരു കറുപ്പ് ചരട് കെട്ടണ്ടേ ആ സമയത്ത്, കുഞ്ഞിന് അച്ഛനില്ലാത്ത അവസ്ഥയാണല്ലോ കാണിക്കുന്ന പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞ് 2 ചാട്ടം അവിടെ നിന്ന് എൻ്റെ നേരെ ചാടി. ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല, ഞാൻ അകത്തോട്ട് അങ്ങ് കയറി. ഞാൻ ആ സാധനം എടുത്ത് സൂക്ഷിച്ച് ഞാൻ വെച്ചിരുന്നു. 28-ന് വരുമെന്ന് 3 പ്രാവശ്യം ഞങ്ങളുടെ മെമ്പർ തിരക്കിച്ചപ്പോൾ ഈ കക്ഷി കണ്ടില്ല. ഇവിടെ 4-ാമത്തെ പ്രാവശ്യം കാണുമ്പോഴാണ് പൂരത്തിന് മോളെ കൊണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് പിടികൂടി. വേണു എന്താ 28 കെട്ടാൻ വരാഞ്ഞത്, അത് എന്നെ അറിയിച്ചില്ല. മൊബൈൽ നമ്പർ നേരത്തെ കൂട്ടി തന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. പൂരത്തിൻ്റെ അന്നാണ് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് ഫോൺ വിളിച്ച് തരുമ്പോഴാണ് ആ നമ്പർ എനിക്ക് കിട്ടുന്നത് തന്നെ. അങ്ങനെ ആ സിമ്മ് മാറി, ഞാൻ വഴക്കിട്ടെന്ന് പറഞ്ഞ ആ സിമ്മ് മാറി, 2-ാമതൊരെണ്ണം വിളിച്ച് അതും മാറി. 49 ദിവസം ഞാൻ ഈ അരിഞ്ഞാണോ പിന്നെ ഈ കൊണ്ടുവന്ന സാധനം എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം ഈ എന്നെ നോക്കിയെന്ന് പറഞ്ഞൊരു അമ്മയുണ്ടല്ലോ, അമ്മ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പിന്നെ കുഞ്ഞിനെ ഒന്നുകൊണ്ട് എന്നെ കാണിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ അമ്മേ, 46 കഴിയട്ടെ ഞാൻ വരാം, 45ഓളം കഴിയട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. 49-ാമത്തെ ദിവസം ഞാൻ ഓട്ടോ പിടിച്ച് എൻ്റെ ചേച്ചിയുടെ മോളും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ ചെന്നപ്പം പുള്ളി അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറയല്ലോ അന്ന് ഡോക്ടറെ കാണാൻ പോയി 850 രൂപ വാങ്ങിച്ചതിന് 50 രൂപ പലിശ തരണമെന്ന് പറഞ്ഞ് കലണ്ടറിൽ എഴുതി ടീച്ചറിനെ കൊണ്ട് 100 രൂപ തമിഴുണ്ട്. അങ്ങനെ ഞാനിതെടുത്ത് 2000 രൂപ പ്രസവത്തിന് തന്നത് എൻ്റെ ചേച്ചി എല്ലാവരും നിൽപ്പുണ്ട്. 3000 രൂപയും ഈ അനിയത്തി കൊണ്ടുവന്ന സാധനം, ഈ സാധനവും കൂടെ കൊണ്ട് ഞാൻ അവിടെ വെച്ച് എല്ലാവരോടും പറഞ്ഞ് ഞാൻ പാവസരം എടുത്തെന്ന് പറഞ്ഞു. എൻ്റെ കാതിൽ കിടന്ന മാട്ടി 1 ഗ്രാം പുള്ളി ഇട്ടിട്ടുണ്ട്. അത് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് ആ പാവസരം തീർത്തത്. അപ്പൊ ഞാനൊരു തന്ത്രം പുള്ളിക്ക് ജനിച്ച തന്നെ കുഞ്ഞല്ലേ, ഞാനത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഈ കടം ചേട്ടത്തിയുടെ മോക്ക് ഓഹരി കൊടുത്തതാരാ? 7500 രൂപ ഓഹരി കൊടുത്താരാ? വസ്തു നിന്റെ പേരിൽ എഴുതിച്ചു തന്നതാരാ? ഞാൻ എന്തെങ്കിലും സ്ത്രീധനമായിട്ട് നിന്നോട് ഒരു തരിയെങ്കിലും കടം തീർത്ത ഒന്നും ഞാൻ ചെയ്തില്ലെന്ന് ഞാൻ പറയാം. മേഡത്തിനോട് ഞാൻ പറയാം, എന്റെ കടങ്ങളെല്ലാം നിങ്ങൾ തന്നെ തീർത്തിട്ടുള്ളത്. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീട്ടിലെ സകല കാര്യങ്ങൾ അരി സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് തരും. പക്ഷെ 2-ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായതിനു ശേഷം എത്ര രാത്രി എന്നെ പട്ടിണിക്കിട്ടിട്ടുണ്ടെന്നറിയാവോ? സാഗിയിട്ട് എങ്ങനെ 8-ാം മാസത്തെ എന്റെ വീട്ടിൽ പോകുന്നത്.
അതൊക്കെ ഏട്ടന് അറിയാവുന്ന കാര്യം. എന്നിട്ട് ഇവിടെ ഒന്നും കള്ളം പറയേണ്ട കാര്യമില്ല. കള്ളമല്ലല്ലോ എനിക്ക് പറഞ്ഞത്. വിശപ്പ് കള്ളമല്ലല്ലോ വയറ്റിൽ 8 മാസം തേഞ്ഞൊരു സ്വന്തം കുഞ്ഞിനെ കാര്യം എങ്ങനെ മാത്രമേ മെഡബസിൽ ചിന്തിച്ചിട്ടുള്ളൂ. കിടക്കുന്നത്? നിനക്ക് ഒന്ന് വാങ്ങിച്ചു തരാം. സ്വന്തം കാര്യം ഞാൻ ആഹാരം കഴിക്കുന്നതിനൊക്കെ കണക്ക് പറയുമായിരുന്നു. അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പോകുന്നതാ. എന്റെ മേഡം അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? എന്റെ മൂത്ത മോളോട് ചോദിക്കണ്ട എന്ന് വരുന്നുണ്ട് പറയാം. എന്തോ വല്ലവനെയും പിടിച്ച് കൊച്ചിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചെലവിന് തരണോടി നിനക്ക്? ഈ ചോദ്യം 100 ആവർത്തി കഴിഞ്ഞിപ്പോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. ഇത് നമുക്ക് വേണ്ട എന്ന് പറയും.